ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഓണം സ്പെഷ്യൽ ശർക്കര ഉപ്പേരിയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. വരൂ വീഡിയോയിലോട്ട് പോകാം. 10 എടുത്തേക്കുന്നത്. ആദ്യം തന്നെ അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളയാം. അതുപോലെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം. തൊലി കളയുന്നതിനായിട്ട് ഇതൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ പീൽ ചെയ്ത് മാറ്റാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇത് തൊലി കളഞ്ഞ ഉടൻ തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം, അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കലക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കറുത്ത് പോവും. കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മുങ്ങിക്കിടക്കണം. കായ ഇതുപോലെ കനം കുറച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്നെസ് വേണേ. തിക്നെസ് ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇതുപോലെ ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഓയിൽ ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് അതിനുശേഷം ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറമെ അത് ക്രിസ്പി ആവും, അകമേ വേവില്ല. അത് കാരണം ലോ ഫ്ലെയിമിൽ വേണം എപ്പോഴും ചെയ്യാനായിട്ട്. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കായ കുറച്ച് ശേഷമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ കായ സൗണ്ട് കേൾക്കണണ്ടില്ലേ, നല്ലപോലെ ആയിട്ടുണ്ട്. ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആണെങ്കിൽ കൈയോടെ കോരിയെടുക്കാം. നമുക്ക് കോരിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്ത് എടുക്കാം. ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. വറുത്ത് കോരുമ്പോൾ ഹൈ ഫ്ലെയിമിലും ഇടണം. ഇളക്കുമ്പോൾ ഇതുപോലെ സൗണ്ട് വരും. പാകമുണ്ടേ, നമുക്കൊന്ന് പകർത്തി മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 150-200 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒന്ന് ഉരുക്കി കിട്ടുകയുണ്ടോ, അത് കാരണം വെള്ളം കുറവ് മതി. നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കാം. രണ്ട് ചെറിയ കഷ്ണം ചുക്ക്, 8 ഏലക്കായ, 1 ടീസ്പൂൺ ജീരകം. ഇത് നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാനിലോട്ട് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സ്റ്റിക്കി പരുവത്തിൽ ആയി വരണം. നമ്മുടെ ശർക്കരയിലത്തെ വെള്ളമൊക്കെ വറ്റി സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്.
ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കണം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ശർക്കരയിലത്തെ വെള്ളം വറ്റാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കായ ഒക്കെ സോഫ്റ്റായിട്ട് പോവും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ കളഞ്ഞതിന് ശേഷം, അതായത് വറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചുക്ക്, ഏലക്കായ, ജീരകത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിലത്തെ പൊടിയൊക്കെ ഇതിൽ പറ്റി പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൂട്ടി ഇളക്കി വെക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം. കൈയോട് യൂസ് ചെയ്താൽ സോഫ്റ്റായിട്ട് തോന്നും. കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം. തണുക്കുക മീൻസ് ചൂടാറിയതിന് ശേഷം. അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി കിട്ടും. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.